ഹലോ, ജിഞ്ചർ ഗാർലിക് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളി ബീഫ് അച്ചാർ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ 1/2 കിലോ ബീഫ് മേടിച്ചതിൽ 1/4 ഭാഗത്തോളം അച്ചാറിനാണെന്ന് പറഞ്ഞിട്ട് പോലും അയാൾ നെയ്യുള്ള പീസ് തന്നെയാണ് കൂടുതലും തന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കുക്കറിലിട്ടിട്ട് നമുക്ക് ബീഫ് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ബീഫിൻ്റെ അകത്തേക്ക് ഞാനൊരു 3 അല്ലി വെള്ളുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നല്ലതുപോലെ കൈകൊണ്ട് തിരുമ്മിയിട്ട് ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. ഇപ്പോൾ ബീഫ് ഇപ്പോൾ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് പക്ഷേ വെള്ളമുണ്ട്. ഇനി നമ്മൾ ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇവിടെ വെള്ളമെല്ലാം വറ്റിച്ച് നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായപ്പോഴത്തേക്ക് ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ എടുക്കുന്ന ബീഫിൻ്റെ അളവനുസരിച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ലെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായല്ലോ ആ ബീഫ് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഫ്രൈ ആക്കുമ്പോൾ ഒത്തിരി ഇതങ്ങോട്ട് ഫ്രൈ ആക്കി എടുക്കരുത്. അപ്പോൾ അത് ഹാർഡായി പോകാൻ ചാൻസ് വരും. അതുകൊണ്ടിട്ട് അത്യാവശ്യം ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ബീഫ് നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി അതിനെ കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ സെയിം എണ്ണ തന്നെ യൂസ് ചെയ്താൽ മതി. നിങ്ങൾക്കിത് അരിച്ചിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ അരിച്ചിട്ടില്ല. ഞാൻ സെയിം എണ്ണയ്ക്കകത്ത് തന്നെ കടുക് ഇപ്പോൾ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് നീളത്തിന് കട്ട് ചെയ്ത് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു 10-15 അല്ലി വെളുത്തുള്ളിയാണ് നീളത്തിന് കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇഞ്ചി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് അതിനെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ വെള്ളുള്ളിയും കൂടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് പൊടി ഐറ്റം ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അടുത്ത് നമ്മളൊരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവയുടെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഉലുവപ്പൊടി കൂടിയാൽ കയ്പ്പുണ്ടാകും. അതുകൊണ്ട് 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഒരു 1/4 ടീസ്പൂൺ അളവിൽ തന്നെ കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കായത്തിൻ്റെ പൊടി നിങ്ങൾക്ക് പിന്നീട് നോക്കിയിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കും. ഈ സമയത്തൊക്കെ നമ്മുടെ ഫ്ലെയിം ഓഫാണ്. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് ഉപ്പ് ഒരല്പം കുറവായതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ കുറച്ച് നേരം അങ്ങനെ എണ്ണയിൽ തന്നെ കിടന്നൊന്ന് എല്ലാം കൂടെ ഒന്ന് യോജിച്ച് വരട്ടെ. ആ സമയത്ത് നമുക്കൊരു
1 ടേബിൾ സ്പൂൺ അളവിൽ വിനീഗറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്യുക, കമൻ്റ് ഇടുക, ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. അപ്പോൾ നമ്മുടെ ബീഫ് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.